നമസ്കാരം. ഇന്ന് നമ്മൾ മനുഷ്യന്റെ ഓർമ്മയുടെ ലോകത്തേക്കൊരു യാത്ര പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ഓർക്കുന്നത്, വിവരങ്ങൾ എങ്ങനെ ഓർമ്മയായി മാറുന്നു, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. കയ്യിലുള്ള കോഗ്നിറ്റീവ് സൈക്കോളജി ലേഖനങ്ങൾ, പിന്നെ കുറച്ച് റിപ്പോർട്ടുകൾ, യൂട്യൂബ് വീഡിയോകൾ, ഇതൊക്കെ വെച്ചാണ് നമ്മൾ ഈ വിഷയം പരിശോധിക്കുന്നത്. നമ്മുടെ തലച്ചോറും കമ്പ്യൂട്ടർ പോലെയാണോ ഈ ഡേറ്റയൊക്കെ കൈകാര്യം ചെയ്യുന്നത്? ചിലതൊക്കെ നമ്മൾ ഓർക്കും, ചിലത് പെട്ടെന്ന് മറക്കും. എന്താ ഇതിൻ്റെയൊക്കെ പിന്നിൽ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഈ വിവരങ്ങൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു സെൻസറി മെമ്മറിയിലൂടെയാണെന്ന് പറയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ മാത്രം ഷോർട്ട് ടേം മെമ്മറിയിലേക്ക്, അതായത് STMലേക്ക് എത്തുന്നത്. ഇത് കമ്പ്യൂട്ടറിലെ റാമിന്റെ ഒരു ഉപയോഗം പോലെയാണെന്ന് ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. ശരിയല്ലേ? കുറച്ചു നേരത്തേക്ക് കുറച്ച് കാര്യങ്ങൾ പിടിച്ചുവെക്കും. അതെ, ആ താരതമ്യം ശരിയാണ്. STMൽ അധിക നേരം നിൽക്കില്ല വിവരങ്ങൾ. ഒരു 15-30 സെക്കൻഡ് അത്രയൊക്കെ കാണൂ. അതിനെ ലോങ് ടേം മെമ്മറിയിലേക്ക്, അതായത് LTMലേക്ക് മാറ്റണമെങ്കിൽ അതിനെപ്പറ്റി ഒന്നുകിൽ വീണ്ടും വീണ്ടും ഓർക്കണം. റിഹേഴ്സൽ എന്ന് പറയും. അല്ലെങ്കിൽ ക്രെയ്ക്കും ലോക്ക്ഹാർട്ടും പറഞ്ഞ പോലെ വെറുതെ ഓർത്താൽ പോരാ. ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ്. അതെ, എത്ര ആഴത്തിൽ നമ്മൾ ആ വിവരത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, വിശകലനം ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും അത് ഓർമ്മയിൽ നിൽക്കുമോ ഇല്ലയോ എന്ന്. നിങ്ങളുടെ ഒരു റിപ്പോർട്ടിൽ ആ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ വെറുതെ കാണാതെ പഠിക്കുന്നതിനേക്കാൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നതാണ് നല്ലതെന്നാണോ? പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴയ അറിവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അത് പ്രധാനമാണല്ലേ? തീർച്ചയായും. ആഴത്തിലുള്ള ചിന്ത ഓർമ്മയെ ശരിക്കും ശക്തിപ്പെടുത്തും. ഒരു വാക്ക് ഓർക്കാൻ അതിലെ അക്ഷരം എണ്ണുന്നതിനേക്കാൾ നല്ലത് ആ വാക്ക് വെച്ച് ഒരു കഥയുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. ഇത് ആഴത്തിലുള്ള പ്രോസസ്സിംഗ് ആണ്. ശരിയാണ്. നിലവിലുള്ള അറിവുമായി ബന്ധിപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അവിടെയാണ് ഫ്രെഡറിക് ബാട്ട്ലെറ്റിന്റെ സ്കീമ തിയറി വരുന്നത്. ബാട്ട്ലെറ്റ് ഒരു യൂട്യൂബ് വീഡിയോയിലെ അദ്ദേഹത്തിന്റെ ഒരു പരീക്ഷണം കണ്ടിരുന്നു. ഒരു കഥ ഓർത്തെടുക്കാൻ പറയുമ്പോൾ ആളുകൾ അതിലെ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച്. അതെ, അതാണ് സംഭവം. നമ്മുടെ മനസ്സിൽ ഓരോന്നിനെക്കുറിച്ചും ചില സ്കീമകളുണ്ട്. അതായത് ചില ധാരണകളുടെ ഒരു ചട്ടക്കൂട്. പുതിയ വിവരങ്ങൾ വരുമ്പോൾ അത് ഈ സ്കീമയുമായി ചേരുന്നുണ്ടെങ്കിൽ എളുപ്പമോർക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളതിനെ ഓർക്കാൻ വേണ്ടി നിലവിലുള്ള നമ്മുടെ ധാരണയ്ക്കനുസരിച്ച് മാറ്റിയെഴുതും. അല്ലെങ്കിൽ ചിലപ്പോൾ ഓർക്കുകയില്ല. അപ്പൊ നമ്മുടെ ഓർമ്മകൾ അത് 100% സത്യമായിരിക്കില്ല അല്ലേ? കുറച്ചൊക്കെ മാറ്റങ്ങൾ വരാം. അതെ, ബാർട്ട്ലെറ്റ് അതാണ് പറയുന്നത്. പഠിക്കാൻ ഇത് സഹായിക്കുമെങ്കിലും ഓർമ്മകളിൽ ചിലപ്പോൾ ചെറിയ വളച്ചൊടിക്കലുകൾ വരാൻ ഇത് കാരണമാവും. ഈ ഓർമ്മയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ തലച്ചോറിന്റെ ഭാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ HM എന്നൊരു രോഗിയുടെ കാര്യം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല എന്നത് വലിയൊരു കണ്ടെത്തലായിരുന്നല്ലോ. ശരിയാണ്. HMന്റെ കേസ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ തലച്ചോറിലെ മീഡിയൽ ടെമ്പറൽ ലോബ്, അതിൽ തന്നെ ഹിപ്പോകാമ്പസ് എന്ന ഭാഗം ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പുതിയ അനുഭവങ്ങൾ, അതായത് എപ്പിസോഡിക് മെമ്മറികൾ, അതൊന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയില്ല. ഓഹോ. പക്ഷേ രസമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പുതിയ സ്കില്ലുകൾ പഠിക്കാൻ പറ്റിയിരുന്നു. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന പോലുള്ള കാര്യങ്ങൾ പ്രൊസീജറൽ മെമ്മറി എന്ന് പറയും. അത് സാധിച്ചിരുന്നു. അതെ, ഇതിൽ നിന്ന് മനസ്സിലായത് ഓർമ്മകൾ പലതരത്തിലുണ്ട് എന്നും പുതിയ ഓർമ്മകൾ തലച്ചോറിൽ ഉറപ്പിക്കുന്നതിൽ, അതായത് കൺസോളിഡേഷനിൽ ഹിപ്പോകാമ്പസിന് വലിയ പങ്കുണ്ട് എന്നുമാണ്. പഴയ ഓർമ്മകളാണെങ്കിൽ അത് കൂടുതലും നിയോ കോർട്ടെക്സ് പോലുള്ള മറ്റ് ഭാഗങ്ങളിലാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നും ഇത് സൂചന നൽകി. അപ്പോ ഈ HMനെ പോലുള്ളവരുടെ അനുഭവങ്ങളും ഈ പരീക്ഷണങ്ങളുമൊക്കെയാണ് മനഃശാസ്ത്രത്തെ വെറും തത്വചിന്തയിൽ നിന്ന് മാറ്റി ഒരു പരീക്ഷണശാസ്ത്രമാക്കി വളർത്തിയത് അല്ലേ? നിങ്ങളുടെ മറ്റേ യൂട്യൂബ് വീഡിയോയിൽ ഈ മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിയാണ്. പണ്ടൊക്കെ മനസ്സിനെക്കുറിച്ച് കൂടുതലും ഊഹാപോഹങ്ങളായിരുന്നല്ലോ. പക്ഷേ ഒരു 19-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും, പ്രത്യേകിച്ച് കൊഗ്നിറ്റീവ് സൈക്കോളജി വന്നതോടെ കാര്യങ്ങൾ മാറി. അളക്കാൻ പറ്റുന്ന, നിരീക്ഷിച്ച് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം വന്നു. എംപിരിക്കൽ റിസർച്ച് എന്ന് പറയില്ലേ? അതെ. ഓർമ്മ, ശ്രദ്ധ, ചിന്ത, ഇതിനെയൊക്കെ ലാബുകളിൽ പഠിക്കാൻ തുടങ്ങി. ആ വീഡിയോയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ വിവരങ്ങൾ ഓർമ്മയായി മാറുന്ന പ്രോസസ് അത് നമ്മൾ വിചാരിക്കുന്നതിലും സങ്കീർണമാണ്. നമ്മുടെ ശ്രദ്ധ, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി, പഴയ അറിവ്, തലച്ചോറിന്റെ പ്രവർത്തനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. തീർച്ചയായും.
ഓർമ്മ എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിലെ പേജ് മറിക്കുന്നത് പോലെയോ കമ്പ്യൂട്ടറിലെ ഫയൽ തുറക്കുന്നത് പോലെയോ അത്ര സിമ്പിളല്ല. ഓരോ തവണ നമ്മൾ ഒരു കാര്യം ഓർത്തെടുക്കുമ്പോഴും ശരിക്കും നമ്മൾ ആ ഓർമ്മയെ ഒരു തരത്തിൽ പുനർനിർമ്മിക്കുകയാണ്, റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. ഓ, അപ്പൊ ഓർമ്മകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാമല്ലേ? ഒരു പരിധിവരെ അതെ. അതുകൊണ്ടാണ് ചിലപ്പോൾ ഓർമ്മകളിൽ തെറ്റുകളൊക്കെ വരുന്നത്. നിങ്ങളുടെ ഒരു റിപ്പോർട്ടിൽ ഈ റീകൺസ്ട്രക്റ്റീവ് നേച്ചറിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ആ, നിങ്ങളുടെ സ്വന്തം പഠനരീതികളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി നിങ്ങളുടെ പഴയ അറിവുകളുമായിട്ടോ അനുഭവങ്ങളുമായിട്ടൊക്കെ എങ്ങനെയാണ് ബന്ധിപ്പിക്കാറ്? ഇതൊന്ന് ആലോചിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ പഠനം കുറച്ചുകൂടി എളുപ്പമാക്കാൻ സഹായിച്ചേക്കും.